രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്താൻ തക്കം പാത്തുനിന്ന് കുത്തിത്തിരിപ്പിനിറങ്ങിയ സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് നേതാവ് ശശി തരൂരിൻ്റെ ചുട്ട മറുപടി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ 1971 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്നാണ് ശശി തരൂർ MP പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത്. ഇതോടെ അമേരിക്ക ഇന്ത്യൻ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന തരത്തിൽ കോൺഗ്രസുകാർ ചർച്ച ഉയർത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഇടപെട്ടത് കോൺഗ്രസ് ഒരു വിഷയമായി ഉന്നയിച്ചിരുന്നു. 1971 സമാന സാഹചര്യമുണ്ടായെന്നും അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ലെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ സജീവമാക്കി. ഈ സാഹചര്യത്തിലാണ് തരൂർ പ്രതികരണം നടത്തിയിരിക്കുന്നത്. തരൂർ പറഞ്ഞതിങ്ങനെ: 1971 ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു. നിലവിലെ സാഹചര്യം 1971 നിന്ന് വ്യത്യസ്തമാണ്. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ബംഗ്ലാദേശിൻ്റെ ധാർമ്മികമായ ഒരു പോരാട്ടമാണ് നടന്നത്. ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു. ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ പോരാട്ടത്തിൻ്റെ ലക്ഷ്യം. അതിനുള്ള വില അവർ നൽകിയേ മതിയാകൂ. ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അല്ലാതെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ല, തരൂർ പറഞ്ഞു.